നമ്മൾ പ്രസവത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തുള്ള കെയറിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമുള്ള ഒരമ്മയുടെ അവസ്ഥയെപ്പറ്റി അധികം ആരും സംസാരിക്കാറില്ല. പ്രത്യേകിച്ചും പ്രവാസിയായിരിക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥയെപ്പറ്റി. ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ പേര് ഷാദിയ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് റാൻഡം ഷാദിയ എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എൻ്റെ പോസ്റ്റ്പാർട്ടം കെയർ ജേണിയും, അതും ഞാൻ ഖത്തറിലാണ് ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ ഖത്തറിലുള്ള എൻ്റെ പോസ്റ്റ്പാർട്ടം കെയർ ജേണിയും അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരിടേണ്ടി വന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ പറയാം, ഞാനൊരു ഡോക്ടറൊന്നും അല്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെങ്കിൽ ഒരു ഡോക്ടറിനെ തന്നെ സമീപിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്യണേ. നമ്മുടെ ഡെലിവറി കഴിയുമ്പം ആദ്യം എല്ലാവരും അന്വേഷിക്കുന്നത് കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ട്, എങ്കിൽ പോലും ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതായത് ഡെലിവറി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഒരു അമ്മയാണെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ തന്നെ നമുക്ക് വയറൊന്ന് ഫ്രീ ആയ പോയ, അതായത് വയറിൽ നിന്ന് എന്തോ ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഭാരം പോയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്രയും ഹെവി വെയിറ്റ് ആയിരിക്കും ഈ 38 അല്ലെങ്കിൽ 39 വീക്സ് ആകുമ്പോൾ നമ്മുടെ വയറിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷം നമ്മുടെ വയറിന്റെ സ്ട്രക്ചർ അതുപോലെ തന്നെ ഇരുന്നാലും നമുക്ക് വയറിൽ നിന്ന് എന്തോ ഒരു സാധനം പോയ പോലെയും ഭയങ്കര ഒരു ആശ്വാസം ഫീൽ ചെയ്യും. അത് ഒന്ന് പ്രസവിച്ചവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പ്രസവിക്കുന്ന സമയത്താണെങ്കിലും ഡെലിവറി ചെയ്യുമ്പോൾ അവർ മീൻസ് ഡോക്ടേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ പുഷ് 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 എന്നൊക്കെ പറയുമല്ലേ. അതായത് നമുക്കാണെങ്കിൽ പുഷ് ചെയ്യാനൊന്നും അറിഞ്ഞൂടാ. ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ ഇപ്പം എനിക്ക് ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു. അപ്പോൾ പുഷ് ചെയ്യാൻ എങ്ങനെയാണെന്ന് പോലും അറിഞ്ഞൂടാ. 100 സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും എല്ലാവരും കൂടെ വന്നിട്ട് ഇങ്ങനെയാണ് പുഷ് ചെയ്യേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ പുഷ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെതാണെങ്കിൽ പ്രൊലോങ്ഡ് ലേബർ ആയത് കാരണം ഒരുപാട് നേരം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് പുഷ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പിന്നെ വാക്യൂം ഇട്ടാണ് കുഞ്ഞിനെ വരെ എടുക്കേണ്ടി വന്നത്. അപ്പം നമ്മുടെ മസിലൊക്കെ ഒരുപാട് സ്ട്രെയിൻ ആവുകയാണ്. അതൊന്നും നമുക്ക് ആ ടൈമിൽ മനസ്സിലാവില്ലല്ലോ. നമ്മൾ പ്രസവിച്ച് എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞ് വീട്ടിൽ വരും. പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷമാണല്ലോ യുദ്ധം ആരംഭിക്കാൻ പോകുന്നത്. യഥാർത്ഥ പ്രഗ്നൻസി എന്ന് പറയുന്നത് അപ്പോഴാണ്, പ്രഗ്നൻസി ലൈഫ് എന്ന് പറയുന്നത് അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ പോസ്റ്റ്പാർട്ടം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നും അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വീട്ടിൽ വരുമ്പോഴത്തേക്കും എൻ്റെ ഉമ്മയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ നല്ല പോലെ നമുക്ക് പോസ്റ്റ്പാർട്ടം കെയർ ഒക്കെ ചെയ്യണം, ആരെങ്കിലും വിളിച്ച് ചെയ്യാം. എൻ്റെ സിസ്റ്ററിനെ നോക്കിയൊരു മാമിയെ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു കേട്ടോ. ഉമ്മയും പാപ്പായും നാട്ടിൽ വന്ന സമയമാണ്. അപ്പോൾ അവരുടെ കൂടെ തന്നെ ഈ മാമിയും കൂടെ കൊണ്ടുവന്നൊക്കെയാണ് നോക്കിയത്. അപ്പോൾ ഈ ബോഡി പെയിൻ, ഇങ്ങനെ ശരീരം വേദന വരും എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്കാരും പറഞ്ഞു തന്നിട്ടുമില്ല. ഉമ്മയാണെങ്കിലും എൻ്റെ അടുത്ത് അങ്ങനെ ബോഡി പെയിനിനെ പറ്റിയൊന്നും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം മുതൽ എനിക്ക് നല്ല പോലെ ബോഡി ഏക്സ് വരാൻ തുടങ്ങി. അതായത് പ്രത്യേകിച്ചും എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള റിബ്സിലാണ് നല്ല പോലെ പെയിൻ ഉള്ളത്. കാരണം ഒരുപാട് നേരം പുഷ് ചെയ്തുകൊണ്ടായിരിക്കും, മസിൽ സ്ട്രെയിൻ നല്ല പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിടക്കാനൊക്കെ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഡോക്ടറിനെയൊക്കെ കൺസൾട്ട് ചെയ്ത്, നമുക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ വരുന്ന സമയത്തിന് മുന്നേ തന്നെ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത്, എനിക്ക് ഇതുപോലെ പെയിൻ ഉണ്ട്. ചില സമയം ഞാൻ കരയുമായിരുന്നു പെയിന് കാരണം. അങ്ങനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ എനിക്കൊരു സ്ട്രിപ്പ് ഒരു സ്ട്രിപ്പ് തന്നിട്ട് അത് ഒട്ടിക്കാനാണ് പറഞ്ഞത് കേട്ടോ. അത് ഒട്ടിച്ചാൽ മതി, മസിൽ സ്ട്രെയിൻ ആയിരിക്കും എന്നും പറഞ്ഞ് അത് പോയി. പിന്നെ അങ്ങനെ ഒരു മാസം നല്ല പോലെ ഡെയിലി ഇങ്ങനെ പെയിനൊക്കെ വരുന്നു. പിന്നെ ആ പെയിന് കുറയാൻ തുടങ്ങി. ഇപ്പോഴും ചില സമയം എനിക്ക് ആ ഒരു പെയിന് വരാറുണ്ട്. ഒന്ന് പ്രസവിച്ചതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ബോഡി ഏക്ക് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്കുണ്ടാവും. നമ്മൾ ഈ പുഷൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മളെ ബോഡിയൊക്കെ, അപ്പോഴാണ് ആ മാമി എൻ്റെ അടുത്ത് പറയുന്നത്, ശരീരം ഒരുപാട് ഇളകയാണ്, ഉള്ളിലൊക്കെ ഇളകുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു വേദനയൊക്കെ വരുന്നതെന്ന്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ മെയിൻ വേദന എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിച്ചിൻ്റെ പെയിനാണ് അല്ലേ. വജനയിൽ ഉണ്ടാവുന്ന പെയിൻ. സ്റ്റിച്ച് ഇടുന്നതാണെങ്കിലോ ഒരുപാട് നേരം എടുത്താണ് എനിക്ക് സ്റ്റിച്ച് ഇട്ടത്. എനിക്ക് തോന്നുന്നു നമുക്ക് എപ്പിസിയോട്ടമി എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. കുഞ്ഞ് എളുപ്പത്തിൽ വന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടേ കട്ട് ചെയ്തിട്ടാണ് പിന്നെ സ്റ്റിച്ച് ഇടുന്നത്. അതാണ് എപ്പിസോട്ടമി എന്ന് പറയുന്നത്. അപ്പം എനിക്ക് നല്ല പോലെ സ്റ്റിച്ചിൻ്റെ പെയിൻ ഉണ്ടായിരുന്നു. 40 ദിവസം വരെ നല്ല പെയിൻ ഉണ്ട്. നമുക്ക് ഇരിക്കാൻ പറ്റൂല, നിൽക്കാൻ പറ്റൂല, വല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ കുഞ്ഞിന് പാല് കൊടുത്തല്ലേ പറ്റുള്ളൂ. ആ സമയം നമ്മൾ എപ്പോഴും കിടക്കുകയല്ലല്ലോ, നമ്മൾ എഴുന്നേറ്റിരുന്ന് കുഞ്ഞ് പാല് കൊടുക്കണം. അപ്പോൾ നല്ല വേദനയാണ്. അതുപോലെ തന്നെ യൂറിൻ പാസ്സാക്കുമ്പോഴാണെങ്കിലും നമുക്ക് വേദന വരും. സ്റ്റൂള് പാസ്സാക്കുമ്പോൾ, മോഷൻ പോകുമ്പോഴേ ബാത്റൂമിൽ പോകുമ്പോൾ പെയിൻ വരും. എനിക്കാണെങ്കിൽ എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കാൻ മുട്ടുന്ന ഒരാളാണ് ഞാൻ. അതായത് എപ്പോഴും യൂറിൻ പോകുന്ന ഒരു വ്യക്തിയാണ്. ബാത്റൂമിൽ ചുമ്മാ പോകും. അപ്പോൾ പിന്നെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു സ്റ്റിച്ചും വെച്ചിട്ട് ബാത്റൂമിൽ പോകാൻ വേണ്ടി. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ 2 പേരെയും ഞാൻ സഹിക്കും. പക്ഷേ
നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഫീഡ് ചെയ്യാന്ന് പറയുന്നത് എൻ്റെ അല്ല ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു പേടിയാണ്. കാരണം ഫസ്റ്റ് ഫീഡിങ് നമ്മൾ ആദ്യമായിട്ട് ഡെലിവറി കഴിയുമ്പോൾ കുഞ്ഞിനെ ഫസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. നിപ്പിളിൽ ക്രാക്സ് വരാം, അതുപോലെ ബ്ലീഡിങ് ഉണ്ടാവാം നിപ്പിളിൽ. കുഞ്ഞിനാണെങ്കിൽ സക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ, നമുക്കാണെങ്കിൽ ഫീഡ് ചെയ്യാനുള്ള എക്സ്പീരിയൻസും ഇല്ല. എല്ലാം കൂടെ ആകുമ്പോൾ പിന്നെ അങ്ങ് തികഞ്ഞു നമുക്ക്. അതായത് നല്ല പെയിനാണ്. എനിക്കാണെങ്കിൽ ഫസ്റ്റ് ഈ കുഞ്ഞ് എനിക്ക് എൻ്റെ മോൻ ഒരു 4-5 മാസം ആവണ വരെയും എനിക്ക് നല്ല പോലെ ഫീഡ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടായിരുന്നേ. ഭാഗ്യത്തിന് ക്രാക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അതെൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എൻ സ്ക്രീനിൽ വേണമെങ്കിൽ കൊടുക്കാവേ, ബ്രസ്റ്റ് ഫീഡിങ് ജേർണി. അപ്പോൾ എന്താണ് ഈ ഒരു ബ്രസ്റ്റ് പെയിന്, അതായത് ഈ നിപ്പിളിൽ വരുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അതിനോടൊപ്പം തന്നെ വേറൊരു പെയിനും കൂടെ വരും. അതായത് ബ്രസ്റ്റ് എൻഗോർജ്മെന്റ് എന്ന് പറയും. നമുക്ക് അറിയാലോ, ആ ഒരു ടൈമിലാണ് നമ്മുടെ ബ്രസ്റ്റിൽ മിൽക്ക് സപ്ലൈ കൂടി വരുന്നൊരു സമയമാണ്. ഡെലിവറി കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ. അപ്പം നമ്മുടെ ബോഡിയിൽ ഈ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കുഞ്ഞിന് പാല് കൊടുത്തില്ലെന്ന് വെച്ചോ, ഇച്ചിരി പോലും ലേറ്റാവേ വല്ലതും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ എൻഗോർജ്മെന്റ് ഉണ്ടായിട്ട് നല്ല കല്ലിച്ച്, അല്ലെങ്കിൽ നമുക്കൊരു വൈബ്രേഷൻ പോലെ, ഒരു തരിപ്പ് പോലെയൊക്കെ തോന്നിയിട്ട് നല്ല പെയിൻ എടുക്കും കേട്ടോ. എനിക്ക് ഒരു ദിവസം ഓർമ്മയുണ്ട്, ഇവന് 2 മാസം ആയപ്പം ഇവൻ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ രാത്രി ഒരു 11-12 മണിക്കൊക്കെ പാല് കുടിച്ചിട്ട്, സോറി കേട്ടോ, ഞാൻ എന്തിനാണോ ക്ലോക്ക് നോക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 11-12 മണി ഞാൻ ഇവിടെ ക്ലോക്കിൽ നോക്കി പറയണം. അപ്പോൾ 12 മണിയൊക്കെ ആയപ്പോൾ ഇവൻ പാല് കുടിച്ചിട്ട് പിന്നെ ഇവൻ 5 മണിക്കാണ് എഴുന്നേറ്റത്. അപ്പോൾ അത്രയും സമയം ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ 2 hours വൺസ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇവൻ പാല് കുടിക്കാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ച് വേദനിക്കാൻ തുടങ്ങി. ഇവൻ എഴുന്നേൽക്കുന്നുമില്ല. പിന്നെ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് നമുക്ക് കൊടുക്കാനും പറ്റില്ലല്ലോ. അവസാനം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ബ്രസ്റ്റ് പമ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇലക്ട്രിക് പമ്പ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് പമ്പ് ഉപയോഗിച്ച് ഞാൻ പിന്നെ പാല് എടുത്ത് കളയാണ് ചെയ്തത്. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസം വന്നത്. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ നല്ല പോലെ കരഞ്ഞ്, എനിക്ക് നല്ല വേദനിച്ച. റീക്കാണെങ്കിൽ പിന്നെ ഓൾറെഡി നമ്മളെ മെൻ്റലി നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് പ്രാന്തായിരിക്കുന്ന ഒരു സമയമാണല്ലോ, ഉറക്കമില്ല. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ബാക്ക് പെയിൻ തന്നെയാണ്. അപ്പോൾ എനിക്കെന്തോ അങ്ങനെ വലിയ ബാക്ക് പെയിൻ ഒന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ മാക്സിമം ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇരുന്നിട്ടാണ്. ഇരിക്കുമ്പോഴെന്ന് വെച്ചാൽ സോഫ ഉള്ളത് കാരണം സോഫയുടെ ബാക്കിൽ പില്ലോ വെച്ചിട്ട് അങ്ങനെ ചെയ്യും കേട്ടോ. അതുമല്ല, നമുക്ക് ഈ എപ്പിഡ്യൂറലൊക്കെ എടുക്കുന്ന അമ്മമാരുണ്ട്. ഇപ്പം ഞാൻ എപ്പിഡ്യൂറൽ എടുത്തിരുന്നു എൻ്റെ ഡെലിവറി ടൈമിൽ. അപ്പോൾ അങ്ങനെയുള്ളവർ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന 1-2 അമ്മമാർ ഡെലിവറി കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എപ്പിഡ്യൂറലിൻ്റെ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. അത് എടുത്തതിൻ്റെ ഒരു പെയിൻ. പക്ഷേ എനിക്കില്ലായിരുന്നു കേട്ടോ, ആ ഒരു പെയിനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ബാക്ക് പെയിൻ വരാം. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഇരുന്ന് ഫീഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു ബാക്ക് പെയിൻ ഉണ്ടാവുന്നത് കേട്ടോ. അല്ലാണ്ട് ഡെലിവറിയുടെ സംഭവമൊന്നും അല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഇരുന്ന് ഫീഡ് ചെയ്യണം. നമ്മളെ മസിൽസ് ഒക്കെ വീക്കാണ്. നമ്മൾ ഇത്രയും നാളും 9 മാസം ഒരു കുഞ്ഞിനെ ചുമന്ന് പിന്നെ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ അത്രയും ടയേർഡാണ്. നമ്മുടെ ബോഡി എന്ന് പറയുന്ന ബോഡിയുടെ ആ ഒരു ഫിറ്റ്നസ് തന്നെ എല്ലാം പോയി കാണും. ഈച്ച ഭയങ്കര ശല്യമാണല്ലോ. അപ്പോൾ അത്രയും നമ്മൾ വീക്കാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ആ മസിലൊക്കെ പിന്നെ തിരിച്ചു വരാനും കാൽഷ്യം ഒക്കെ പോകും, എല്ലാം അറിയാമല്ലോ. ഇതൊക്കെ നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാക്ക് പെയിൻ ഒക്കെ സ്വാഭാവികമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടൊക്കെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഇത്രയും വേദനകളാണ് നമുക്ക് മെയിനായിട്ടും ഒരു ഡെലിവറി കഴിയുമ്പോൾ വരുന്നത്, ബോഡിയിൽ ഉണ്ടാവുന്നത്. ഇതൊക്കെ നമ്മൾ മറികടന്ന് വരണം. അതിന് ഒരുപാട് സമയം എടുക്കും. 2 മാസമെങ്കിലും മിനിമം വേണം. എനിക്ക് 2 മാസം എടുത്തു കേട്ടോ. അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും അവർ നമുക്ക് അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തരും കേട്ടോ. അതുപോലെ തന്നെ ഒരു അവയർനെസ് പോലെ നമുക്ക് ഡെലിവറിക്ക് മുന്നേ തന്നെ ക്ലാസ്സുകളൊക്കെ കിട്ടും. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിനെ പറ്റിയാണെങ്കിലും അവരെല്ലാം പറഞ്ഞ്, ലാക്ടേഷൻ കൺസൾട്ടൻറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ തന്നെ ആ ടൈമിൽ കുഞ്ഞുമായിട്ട് ഡിസ്ചാർജ് ആയി വരുമ്പോൾ അവരെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടത്, പൊസിഷനും അതുപോലെ തന്നെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഫസ്റ്റ് ഡെലിവറി ആണെങ്കിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. പിന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കൃത്യമായിട്ടുണ്ടാവും. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ സ്റ്റിച്ചൊക്കെ ഉണങ്ങിയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ഉണ്ട്. അതിന് മുന്നേ എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അവർ ഈ ഫോണിലൂടെ ടെലി കൺസൾട്ടേഷൻ ഉണ്ട്. അതാണ് ഫസ്റ്റ് വരുന്ന കൺസൾട്ടേഷൻ. ആ കൺസൾട്ടേഷനിൽ നമ്മളടുത്ത് അതായത് നമുക്ക് അറിയാലോ, ഡെലിവറി കഴിയുമ്പോൾ ഒരുപാട് അമ്മമാർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം വരും. മൂഡ് സ്വിങ്സ് ഒക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ അവർ നമ്മുടെ മൂഡ് സ്വിങ്സ് അറിയാൻ വേണ്ടിയിട്ട് മൂഡ് സ്വിങ്സിനെയൊക്കെ പറ്റി ചോദിക്കാറുണ്ട്. നമ്മൾ ഡിപ്രഷൻ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് തോന്നി, ഭയങ്കര ഒരു സന്തോഷം തോന്നി. അതൊക്കെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യുമ്പോഴേ
അതുമായിട്ട് ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ടുള്ള പിന്നീട് അപ്പോയിൻമെന്റ്സ് ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെലി കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. എനിക്കങ്ങനെ വേറെ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് ആ ടൈമിൽ കുഴപ്പമൊന്നും അവർ ചോദിച്ചതെന്നൊക്കെ ഞാൻ പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ ആണ് കൊടുത്തത്. അപ്പം ഇല്ലാത്തതുകൊണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം അവർ എനിക്ക് വേറെ അങ്ങനെ ഉള്ള അപ്പോയിൻമെന്റ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് വന്ന അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് തൊട്ടടുത്തതായിട്ട് ഒരു 40 ദിവസം, തൊട്ടടുത്തല്ല 40 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വന്നത് ഈ ഒരു നമ്മുടെ സ്റ്റിച്ച് ഉണങ്ങിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അപ്പോയിൻമെന്റ് കിട്ടി നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും അതൊക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമില്ല, ഉണങ്ങി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ നമുക്ക് ടാബ്ലറ്റ്സ് ഒക്കെ റെഫർ ചെയ്യും. അപ്പോൾ ഫാർമസിയിൽ നിന്ന് നമുക്ക് ടാബ്ലറ്റ് ഒക്കെ മേടിച്ചിട്ട് വീട്ടിൽ വന്ന് പ്രോപ്പറായിട്ട് അതൊക്കെ കഴിക്കണം എന്നുള്ള കാര്യവും അതൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും. പിന്നെ നമുക്ക് വേറെ കൺസൾട്ടേഷൻ പിന്നെ ബേബിക്കാണ് അപ്പോയിൻമെന്റ്സ് വരുന്നത് കേട്ടോ. പിന്നെ മദറിന് അങ്ങനെ അപ്പോയിൻമെന്റ്സ് ഒന്നും ഉണ്ടാവാറില്ല. സോ ഗൈസ്, അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പോസ്റ്റ്പാർട്ടം കെയർ ജേണിയെ പറ്റിയാണ്. അപ്പോൾ എത്രയോ അമ്മമാരുണ്ട് പ്രവാസ ലോകത്ത് ഇതുപോലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് അങ്ങനെ അവർ പ്രത്യേകിച്ച് വേറെ കെയറോ ഒന്നും കാണില്ല, കാരണം കൂടെ ആരും ഉണ്ടാവാറില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ പറയുകയാണെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് പ്രോപ്പറായിട്ടുള്ള കെയർ ആവശ്യം തന്നെയാണ്. നമ്മുടെ ബോഡി നമ്മളല്ലേ ഉള്ളൂ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അത്രയും ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ഹെൽത്തി ആയിട്ട്, അല്ലേ? സോ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ പോസ്റ്റ്പാർട്ടം കെയർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നാട്ടിൽ നിന്നൊരു മാമിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാമിയാണ് എൻ്റെ ഫുൾ കാര്യങ്ങളും നോക്കിയത്. ഡെലിവറിക്ക് മുന്നേ ഒരു 2 വീക്സ് മുന്നേ മാമി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഡേറ്റ് ഒന്നും അറിഞ്ഞൂടല്ലോ എപ്പോഴാണ് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുന്നതെന്ന്. അവർ പറഞ്ഞ ഡ്യൂ ഡേറ്റ് അനുസരിച്ച് അതിനനുസരിച്ച് 2 ആഴ്ച മുന്നേ വന്നതാണ്. പിന്നെ ഇവിടെ അറിയാലോ, അവർ 40 വീക്സ് വരെയും നോക്കും, അല്ലാണ്ട് അതിന് മുന്നേ ഒന്നും ഡെലിവറി ഒന്നും ആക്കില്ല. മാക്സിമം നോർമൽ ഡെലിവറി ആയിരിക്കാനേ അവർ നോക്കത്തുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ആ മാമി വന്ന് ഡെലിവറി കഴിഞ്ഞ മുതൽ കുഞ്ഞിനെയും എൻ്റെയും എല്ലാ കാര്യങ്ങളും ആ മാമിയാണ് നോക്കിയത്. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതായാലും കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ആ മാമി തന്നെ നോക്കി. എന്നെ കുളിപ്പിക്കുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും, ഫുഡ്, അതുപോലെ തന്നെ അല്ലാണ്ട് വരുന്ന പ്രസവരക്ഷ, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫുഡൊക്കെ പ്രോപ്പറായിട്ട് ആ മാമി, ഇവിടെ ഫിഷൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഫിഷൊക്കെ മേടിച്ച് ആ മാമി തന്നെ എന്തോ കുരുമുളക് ഒക്കെ ഇട്ടിട്ട് നല്ല മീൻകറി അങ്ങനെയൊക്കെ വെച്ച് തരുമായിരുന്നു. പിന്നെ ഉലുവാക്കഞ്ഞി ഇട്ട് തരുമായിരുന്നു. കാരണം പാല് കൂടാൻ വേണ്ടിയിട്ട് ഉലുവാക്കഞ്ഞി അത് നമുക്ക് ഡെയിലി 2 നേരം തരും കേട്ടോ. അങ്ങനെ പിന്നെ മുട്ട അവിച്ച് തരും, ഏത്തപ്പഴം അവിച്ച് തരും, അങ്ങനത്തെ എല്ലാം. പാല് എന്തൊക്കെയുണ്ടോ എല്ലാ സാധനങ്ങളും തീറ്റിച്ചായിരുന്നു. പക്ഷെ എനിക്ക് ആ ടൈമിൽ കഴിക്കാനായിരുന്നു ബുദ്ധിമുട്ട്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഫുഡിയാണ്, എപ്പോഴും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ ഡെലിവറിക്ക് മുന്നേ വരെ ഞാൻ ഫുൾ ടൈം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി പോലും ഒരു 2 മണി 3 മണി വെളുപ്പാങ്കാലത്തൊക്കെ ഞാൻ എഴുന്നേറ്റ് കഴിക്കുമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. പിന്നെ ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആ ടൈമിൽ. അതുകൊണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞ മുതൽ എനിക്ക് വിശപ്പേ ഇല്ല, തീരെ വിശപ്പില്ല. ആ മാമി തന്നെ എൻ്റെ അടുത്ത് പറയും, മക്കളെ നീ കഴിക്കണം, കഴിച്ചാലേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമായിരുന്നേ. പക്ഷെ എനിക്കെന്തോ കഴിക്കാൻ തോന്നാറില്ല, വിശപ്പില്ല. ഒരു 2 ആഴ്ച എനിക്ക് ഒട്ടും വിശപ്പില്ലായിരുന്നു. ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കൊരു മടുപ്പാണ് തോന്നിയത് ഈ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മുട്ട ഉണ്ടാക്കി തരുവേ, ഓംലെറ്റ് പോലെ. അതിലാണെങ്കിൽ കറിവേപ്പിലയാണ് ഫുള്ളും ഇട്ടിരിക്കുന്നത്. കറിവേപ്പില ഓംലെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, എഗ് ഓംലെറ്റ് അങ്ങനെ പറയാം കേട്ടോ. ആ കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് നല്ല ടേസ്റ്റാണ്. ഇതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ കഴിക്കാൻ തോന്നിയിട്ടില്ല 2 ആഴ്ച. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലാണ്ട് കഴിക്കുന്നു. മാമിയാണെങ്കിൽ എപ്പോഴും പരാതിയായിരുന്നു, ഇവളൊന്നും കഴിക്കുന്നില്ലല്ലോ, സാധാരണ പ്രസവിച്ച പെണ്ണ് എല്ലാം കഴിക്കുന്നു. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, മേ ബി എനിക്ക് ഞാൻ അതിന് മുന്നേ നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടിരുന്നോണ്ടായിരിക്കും പെട്ടെന്ന് വിശപ്പില്ലാണ്ടായി പോയത്. ചിലപ്പോൾ ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നം, എന്തെങ്കിലും ചേഞ്ചസ് അങ്ങനെ ബോഡിയിൽ ഉണ്ടായിട്ടുള്ളതായിരിക്കണം. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പിന്നെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ എന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് കുളിപ്പിച്ച് തരുന്നത്. അപ്പോൾ കുളിപ്പിക്കുന്ന സമയത്താണെങ്കിലും മാമി ചൂടുവെള്ളത്തിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആ വെള്ളം ഒരുമാതിരി പിങ്ക് കളറിലിരിക്കും കേട്ടോ. ആ ഒരു ബ്രൗൺ പിങ്ക് കളറിലിരിക്കുക. അതൊക്കെ ഇട്ടാണ് വെള്ളം ചൂടാക്കിയിട്ട് കുളിപ്പിച്ച് തരുന്നത്. പിന്നെ ഡെയിലി കുളിപ്പിക്കില്ല, ഒരു ദിവസം ഇടവിട്ടായിരിക്കും കുളിപ്പിക്കുന്നത്. പിന്നെ പുറം കഴുകുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെയാണ്, ആ വെള്ളത്തിലായിരിക്കും. അപ്പോൾ കുളിക്കുന്ന സമയത്ത് പിന്നെ മഞ്ഞ തേച്ച് പിന്നെ ഒരു എണ്ണയൊക്കെ ഇട്ട് അങ്ങനെ മസാജ് പോലെയൊക്കെ ചെയ്ത് തന്ന് അങ്ങനെയൊക്കെയാണ് കുളിപ്പിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ 40 ദിവസം ചൂട് പിടിച്ചുള്ള കുളി തന്നെയായിരുന്നേ. പിന്നെ നമുക്ക് ഉള്ളിൽ കഴിക്കാൻ തന്നിരുന്നത് കഷായമാണ്. അത് എല്ലാവരും കഴിക്കുന്ന ഒരു കഷായം തന്നെയാണ്. നോർമലി ഡെലിവറി കഴിയുമ്പോൾ എല്ലാവരും ഈ 2 കഷായം കഴിക്കും എന്നാണ് മാമി പറയുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് കുളിപ്പിക്കുന്നത് നാൽപ്പാമര പട്ട എന്ന് പറയുന്ന സാധനമുണ്ട്. അതിട്ടിട്ടാണ് വെള്ളം ചൂടാക്കി അങ്ങനെയാണ് കുളിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് വിന്റർ ടൈം ആയത് കാരണം വേറെ അങ്ങനെ ചൂടാക്കി തിളപ്പിച്ച് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഹീറ്ററിൽ തന്നെയാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത്. ഹീറ്ററിലെ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ അരിഷ്ടം കഴിച്ചിരുന്നു. ജീരക അരിഷ്ടവും പിന്നെ ദശമൂലാദി അരിഷ്ടവും, ഇത് രണ്ടുമാണ് കഴിച്ചിരുന്നത്. പിന്നെ ഗൈസ്, കുളിക്കാൻ നേരം ധന്വന്തര കുഴമ്പില്ലേ, അത് കസ്തൂരി മഞ്ഞയിലിട്ട് കുഴച്ചിട്ട് അങ്ങനെ തേച്ച് തന്ന് കുറച്ച് നേരം ഇരുന്നിട്ടാണ്
കുളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതെനിക്ക് തേച്ചപ്പം ചെറിയൊരു അലർജി വന്നോണ്ട് പിന്നെ ഞാനത് ഒഴിവാക്കി. പിന്നെ മഞ്ഞയും ആ എണ്ണ തേക്കലും ഒഴിവാക്കിയിട്ട് അല്ലാണ്ട് സാധാരണ സോപ്പ് തേച്ച് തന്നെ കുളിച്ചത്. അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ മാമി എനിക്ക് നിന്നപ്പോൾ ചെയ്തു തന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. പിന്നെ 40 ആയപ്പം 40 ദിവസം എന്ന് പറഞ്ഞാൽ 60 ദിവസം ആ മാമിക്കിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുവരെയും ഉണ്ടായിരുന്നു. പിന്നെ ഈ വയറ് കുറയാൻ വേണ്ടിയിട്ട് മൈക്ക് ഓൺ ആണല്ലോ അല്ലേ? ആ. വയറ് കുറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സാരി വെച്ചിട്ട് ഇങ്ങനെ കച്ച കെട്ടി തരും. അങ്ങനെ എന്തോ കെട്ടി തന്നിരുന്നു. ഒരാഴ്ച എന്തോ കെട്ടി തന്നിരുന്നു കേട്ടോ. അത് ആദ്യമേ കെട്ടി തരൂല. നമുക്ക് 2 വീക്സ് ഒക്കെ കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് കെട്ടി തന്നതേ. വയറ് കുറയുന്നൊക്കെ പറയാറുണ്ട്. എന്തോ എനിക്കറിഞ്ഞൂടാ. എന്തോ എനിക്ക് ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ ഒരാഴ്ചയിലുള്ളിൽ തന്നെ വയറങ്ങ് പെട്ടെന്ന് കുറഞ്ഞ പോലെയാണ് തോന്നിയത്. അങ്ങനെ വലുതായിട്ട് വയറ് ചാടിയൊന്നും കിടന്നിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ചിലർക്കൊക്കെ നല്ലപോലെ വയറ് ചാടി കിടക്കുമല്ലോ. അപ്പൊ അങ്ങനെ പണ്ടുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ ആ മാമി ചെയ്തു തന്നതാണ്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള മാമിയാണേ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അറിയാം. കുഞ്ഞിനെ നോക്കാനാണെങ്കിലും നമ്മുടെ തള്ളയുടെ കാര്യമാണെങ്കിലും എല്ലാം അറിയാം കേട്ടോ. നല്ലപോലെ കെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂട് പിടിച്ച് തരുമായിരുന്നു. രാവിലെയും വൈകിട്ടും ആവുമ്പോൾ ചൂട് പിടിച്ചു തരും. അത് ചൂട് പിടിച്ചു തരുന്നത് എന്താണ്? ബാത്റൂമിന്റെ അകത്ത് എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടുമായിരുന്നു സത്യം പറഞ്ഞാ. പക്ഷെ ചൂടൊക്കെ പിടിക്കണം കേട്ടോ. എങ്കിൽ നമ്മളെ ബോഡിക്ക് അത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളമൊന്നും അല്ല. ആവശ്യത്തിന് ബോഡിക്ക് താങ്ങുന്ന രീതിയിലുള്ള ചൂട് പിടിച്ചാൽ മതിയാവേ. പിന്നെ നമ്മള് സ്റ്റിച്ച് പെയിന്റിന് വേറൊന്നും ചെയ്തിട്ടില്ല. അതും ഈ തോർത്ത് മടക്കി വെച്ചിട്ട് ചെറിയ ചൂടുവെള്ളം വച്ചിട്ട് അതിന്റെ പുറത്ത് ഒരു കസേരയുടെ പുറത്തിട്ടിട്ട് അതിന്റെ പുറത്ത് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് 40 ദിവസം ചെയ്തിരുന്നത് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. സ്റ്റിച്ച് പെയിൻ വരുന്ന സമയത്ത് ആ ചൂട് ചെറുതായിട്ട് കൊള്ളുമ്പോൾ ഒരു ആശ്വാസം തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബ്രസ്റ്റിലും എനിക്ക് ബ്രസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. നിപ്പിൾ പെയിൻ ഒക്കെ. അതിനും ചൂട് ചെറുതായിട്ട് പിടിച്ചു തരുമായിരുന്നു. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കെയർ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് നമുക്ക് അറിയാന്നുള്ള അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാമി എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പർ കെയർ എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വേദനയൊക്കെ പോകാനുള്ള സമയം എടുത്ത ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കുഴപ്പമില്ല, ഹാപ്പി ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു പോസ്റ്റ്പാർട്ടം കെയർ ജേർണി എന്ന് പറയുന്നത്. അതും ഖത്തറിൽ. കാരണം നാട്ടിലൊക്കെ ആണല്ലോ സാധാരണ ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റ്പാർട്ടം കെയർ ഒക്കെ കിട്ടുന്നത്. ഇവിടെയൊന്നും പ്രവാസിയായിരിക്കുമ്പോഴൊന്നും അധികം ആർക്കും ഇങ്ങനെ ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ്. പക്ഷേ എനിക്ക് ലഭിച്ചു. അതിൽ ഞാൻ അൽഹംദുലില്ലാ പടച്ചവനോട് നന്ദി പറയുന്നു. എനിക്കത് കിട്ടിയതിൽ. അങ്ങനെ. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ്. ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അതായത് നമ്മൾ ഇതുവരെ ലൈഫിൽ ഇതുവരെ ലൈഫിൽ ചെയ്യാത്ത പല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കയ്യിലൊരു കുഞ്ഞുണ്ട്. ഒരു കുഞ്ഞിനെ നോക്കുകയാണ്. ഒരു കുഞ്ഞിൻ്റെ ഒരു അമ്മയായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചില സമയം ഈ ബേബി ബ്ലൂസ് ഒക്കെ ഉണ്ടാവുമ്പോഴേ ചിലപ്പം ബേബിയുടെ അടുത്ത് പോലും ദേഷ്യം വരും. എനിക്കങ്ങനെയായിരുന്നു. ആദ്യമൊക്കെ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു. ആ, ചും അതായത് ഈ 2 അവേഴ്സ് വൺസ് നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കെന്തോ ചുമ്മാ ചുമ്മാ പാല് കുടിക്കുന്ന പോലെ തോന്നുമായിരുന്നു. അപ്പോൾ ഒരു ദേഷ്യവും നമ്മളിതൊന്നും ചെയ്തിട്ടില്ലല്ലോ ലൈഫിൽ. പക്ഷെ അതൊരു കുഞ്ഞു ജീവനാണ്. നമുക്ക് ആ കുഞ്ഞിൻ്റെ അടുത്ത് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല. പക്ഷേ നമുക്ക് അങ്ങനെ തോന്നിപ്പോവും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ നിങ്ങളെ അഫക്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അത് ഡേഞ്ചറാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഉറക്കം കാണൂല. അപ്പോൾ ബേബി ബ്ലൂസ് ഒക്കെ ഒരുപാട് ഉണ്ടാവും കേട്ടോ. പിന്നെ ഡിപ്രഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ദേഷ്യം, വിഷമം. പിന്നെ എനിക്കാണെങ്കിൽ ഫുൾ ടൈം ദേഷ്യമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഹസ്ബൻഡ് ആണല്ലോ ഇതിനൊക്കെ കാരണക്കാരൻ. അതുകൊണ്ടായിരിക്കണം. എനിക്കെന്തോ റീക്കായി കാണുമ്പോൾ എല്ലാം ഞാൻ ദേഷ്യമായിരുന്നു. കരച്ചിൽ, ചുമ്മാ വിഷമം വരുന്നു, കരയുന്നു, ചെറിയൊരു വേദന ആണെങ്കിലും കരച്ചിൽ വരും. അങ്ങനെ ഇതൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഏറ്റവും ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഭർത്താവ് തന്നെയാണ്. കാരണം ഭർത്താവിൻ്റെ ആ ഒരു മെന്റൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കൂല. പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഭർത്താക്കന്മാർ ജോലിക്കൊക്കെ പോകുന്നവരാണ്. പ്രവാസ ലോകത്തിരിക്കുമ്പോൾ നമുക്ക് അവർ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം ഭർത്താവ് ജോലിക്ക് പോയി സ്ട്രെസ് ഒക്കെ അടിച്ചിട്ട് വരുന്നതാണെങ്കിൽ പോലും അവരുടെ ഒരു ആശ്വാസ വാക്ക് മതി. നമുക്കത് കേട്ടാൽ മാത്രം മതി. നമുക്കൊരു ഭർത്താവ് സപ്പോർട്ടിനുണ്ടല്ലോ എന്നൊരു ആശ്വാസം കിട്ടുമല്ലോ. അപ്പോൾ എൻ്റെ റീക്ക എന്ന് പറയുന്നത് എന്നെ മെന്റലി നല്ലപോലെ സപ്പോർട്ട് ചെയ്തും മെന്റലി മാത്രമല്ല ഫിസിക്കലി പോലും. ഇപ്പോൾ എനിക്ക് ഇത്രയും പെയിനൊക്കെ ഞാൻ അനുഭവിക്കുന്ന സമയത്ത് ഈവൻ ബാത്റൂമിൽ ആദ്യമൊക്കെ നമുക്ക് ഒറ്റയ്ക്കൊക്കെ ബാത്റൂമിലൊന്നും എന്നെ വിടൂലായിരുന്നേ. എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് പോലും എൻ്റെ റീക്ക എൻ്റെ കൂടെ വരികയും പിന്നെ ഡെലിവറിയൊക്കെ ലൈവായിട്ട് കണ്ടൊരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് അത്രയും ആ ഒരു ഞാൻ അനുഭവിച്ച വേദന മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് എന്ന് ഒരു ഭർത്താവ് കണ്ടാൽ മാത്രം മതി. അത് മതി. അവർക്ക് മനസ്സിലാവും അവരെങ്ങനെയാണ് ഈ ഭൂമിയിൽ ഉണ്ടായത്.
അല്ലെ, അവരുടെ അമ്മ എങ്ങനെയാണ്, അപ്പോൾ എന്തുമാത്രം വേദന സഹിച്ചു കാണും എന്നുള്ളതൊക്കെ മനസ്സിലാവും. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പോലും, ഈവൻ ഹസ്ബൻഡിൻ്റെ ഉമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഡെലിവറി കണ്ടതിന് ശേഷം വന്നിട്ട് ഉമ്മാടെ ചോദിച്ചു, ഉമ്മ എങ്ങനെയാണ് എന്നെ പ്രസവിച്ചതെന്നാണ്. പിന്നെ നോർമൽ ഡെലിവറി ചെയ്യുന്നവരുണ്ട്, സിസേറിയൻ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ നോർമൽ ഡെലിവറി ആയതുകൊണ്ട് ഞാൻ നോർമൽ ഡെലിവറി റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. പിന്നെ സി സെക്ഷനെ പറ്റി ചെയ്യാനും മാത്രമുള്ള അറിവ് എനിക്കില്ല, എക്സ്പീരിയൻസും ഇല്ല. സി സെക്ഷൻ എന്ന് പറയുന്നതും എല്ലാം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് വയറ് കീറി എടുക്കുന്നു, ഇതെന്താണ്, അല്ലാണ്ട് നോർമൽ നമ്മൾ വജനയിലൂടെ ഡെലിവറി ചെയ്യുന്നു. അതാണ് വ്യത്യാസം വരുന്നത്. എല്ലാവരും അനുഭവിക്കുന്ന പോസ്റ്റ്മോർട്ടം, അതായത് നമ്മൾ പ്രസവിച്ചതിന് ശേഷം അനുഭവിക്കുന്നതൊക്കെ എല്ലാം ഏകദേശം ഒരേപോലെ തന്നെ. എല്ലാവർക്കും വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പ്രസവം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ നമ്മൾ എത്രയൊക്കെ ഈ ഒരു വേദന സഹിച്ചാലും നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് ആ ഒരു വിഷമമൊക്കെ അങ്ങ്, സങ്കടമൊക്കെ മാറിപ്പോവും, ഇല്ലാണ്ടാവും ഒറ്റ നിമിഷത്തിൽ. ഒരു സെക്കൻഡ് മതി ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട്. ആ ഒരു ചിരി മതിയല്ലേ കുഞ്ഞിൻ്റെ. ഐലൈനർ മുകളിലായി. അയ്യോ, എമ്രു എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോ എടുക്കുന്നതൊക്കെ അല്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം. അവൻ എഴുന്നേറ്റ് വരുന്ന ഗ്യാപ്പിൽ ഞാൻ ചില പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ മറന്നുപോയാലോ, വിട്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് അതാണ് നോക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ടുള്ളത് എന്തുകൊണ്ടും നല്ല ഒരു കാര്യമാണ്. നമ്മൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവതിയാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രസവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിലൊക്കെ ഒരുപാട് മാറ്റം വരും. മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒരുപാട് പെയിനൊക്കെ കാണും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ടെമ്പററി ആണ്. നമുക്ക് ലൈഫ് ലോങ് ഈ ഒരു പെയിൻ അങ്ങനെയൊന്നും അല്ല, ടെമ്പററി ആയിട്ട് വരുന്നൊരു സാധനം തന്നെയാണ്. സോ നിങ്ങൾ ആരും ഡിപ്രസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ആ ഒരു പെയിനിൽ നിന്നൊക്കെ നമുക്ക് മറികടന്ന് വരാൻ പറ്റും കേട്ടോ. ഇതൊക്കെ താൽക്കാലിക പെയിൻ മാത്രമാണ്. അത് ആലോചിച്ച് ആരും ടെൻസ്ഡ് ആവണ്ട. പിന്നെ നമ്മുടെ ബോഡിയൊക്കെ പഴയതാവാൻ വേണ്ടിയിട്ട്, പഴയ പോലെ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിടുക്കം കാണിക്കുകയൊന്നും വേണ്ട. പോഷകാഹാരങ്ങളൊക്കെ കഴിക്കുക, നല്ലപോലെ റെസ്റ്റ് എടുക്കുക, ഇതുപോലെ എന്താണ് പോസ്റ്റ്മോർട്ടം കെയർ ഒക്കെ എടുക്കുക. അപ്പോഴത്തേക്കും പിന്നെ ടൈം എടുത്ത് നമ്മുടെ ബോഡി പഴയതുപോലെ ആയിക്കോളും. കുഞ്ഞും നിങ്ങളും ഹെൽത്തി ആയിട്ടിരിക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ എനിക്ക്. കുഞ്ഞും നിങ്ങളും ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ബോഡിയും അത്രയും ഹെൽത്തി ആയിരിക്കണം. സോ ഗൈസ്, അപ്പോൾ ഖത്തറിൽ ഡെലിവറി കഴിഞ്ഞ അമ്മമാർ, ഖത്തറിലല്ല, വേറെ ഏതെങ്കിലും പ്രവാസ ലോകത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശത്ത് യൂറോപ്യൻ കൺട്രീസിലോ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ നാട്ടിലല്ലാണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായെങ്കിൽ, ഡെലിവറി കഴിഞ്ഞവരാണെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നൊക്കെ കോമെൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചിനെ പറ്റിയാണ്. അതെനിക്ക് 1-2 പേര് ചോദിക്കുന്നുണ്ട്, ആ ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതായിരിക്കും എൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു അടിപൊളി അമ്മയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്. ഈ ഒരു ഫേസ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിനിടയിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.